ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. നമ്മൾ നാട്ടിൽ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ടല്ലേ, ഇത് ബോട്ടിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഇവിടെ കൂടുതലും വെള്ളം കൂടുതലുള്ള സ്ഥലമാണല്ലോ ബംഗ്ലാദേശ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ബോട്ടിൻ്റെ ആ പാർക്ക് ചെയ്തിട്ട കാഴ്ചകളും മറ്റും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ബുരിഗംഗ നദീൻ്റെ അടുത്ത് ഒരു ചെറിയൊരു തുറമുഖമുണ്ട്. വലിയ ബോട്ടൊക്കെ നിർത്തിയിടുന്നത് അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടല്ലോ, അത് എടുക്കാൻ വേണ്ടി 10 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്. അപ്പം ഇതിലേ അങ്ങനെ അങ്ങോട്ടേക്ക് കടന്നു പോകണം. 10 ധാക്ക കൊടുത്തെങ്കിലുള്ളൂ ഇതിൻ്റെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടല്ലോ, അതേപോലത്തെ ടിക്കറ്റാണിത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടു പോകാം. നല്ല രസമാണ്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു വെറൈറ്റി സംഭവമാണിത്. ഇതൊരു കണ്ടെയ്നർ ടെർമിനലാണ് ഉള്ളത്. ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുലുങ്ങും. അതിൻ്റെ അടുത്താണ് ഈ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുള്ളത്. ബോട്ടുകളിനെ പിടിച്ചിട്ടാനുള്ള ആ ഇരുമ്പിൻ്റെ ആ വലിയൊരു പില്ലർ പോലത്തെ ചെറിയ സാധനങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ശരീരം ഇങ്ങനെ ഇളകും. ഇതാണ് ആ ബോട്ട് കെട്ടിയിടുന്ന ആ സാധനങ്ങൾ. നമ്മളെ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട പോലെ ഇതിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് ഈ ബോട്ട് ഇവിടെ. യാത്രക്കാരുടെ എണ്ണത്തിൽ ബംഗ്ലാദേശിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖമാണിത്. ഈ ബംഗ്ലാദേശിലെ ഒരുപാട് ജില്ലകളിലേക്ക് ഇവിടുന്ന് ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഈ ബോട്ടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വലിയൊരു ബാനർ വെച്ചിട്ടുണ്ടല്ലേ, ഇതൊക്കെ ഇവിടുത്തെ പോകാനുള്ള സ്ഥലത്തിൻ്റെ ബാനറൊക്കെയാണ്. നമുക്കാണിതൊന്നും തരും. ഒരു തരിമ്പ് ഇംഗ്ലീഷ് അക്ഷരം ഇവിടെയില്ല. പൊതുവെ വിദേശികൾ തന്നെ ഇവിടെ കാണാനില്ല. വിദേശികൾ ഇപ്പോൾ ഒരു മലയാളീനെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ വേറൊരു വിദേശിനെ അതും കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വിദേശിയായിട്ടുള്ളത്. ഇവിടെ ഇതുമേലൊക്കെ കണ്ടില്ല, കംപ്ലീറ്റ് ഇവരെ ഭാഷയിലാണുള്ളത് എഴുത്തുകൾ. ഒരു ഹെലികോപ്റ്റർ പോകുന്ന ഒരു ഒച്ച കേട്ടില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ട് അങ്ങ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, ഈ ഒരു ബോട്ടിൻ്റെയും അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ബോട്ടുണ്ട്. ഈ ഒരു ബോട്ടിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ആ വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏതായാലും വളരെ അപൂർവമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഭാഗ്യമുണ്ട് കാണാൻ അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ പാർക്ക് ചെയ്യും, ഇതിന്റെ ടൈം ആകുമ്പോൾ പോകും. അതിന്റെ പിന്നെ ബോർഡാണ് വെക്കുന്നത്, ഇതിലേക്കാണ് പോകുന്നതെന്നില്ല. നമുക്കിത് വായിച്ചാൽ തീരില്ല, ബംഗ്ലാ ഭാഷയാണത്. വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ്സുകളിലൊക്കെ പെയിൻറ്റ് പോയത് കണ്ടില്ലേ, ബസ്സമ്മൽ അരുതിപ്പോയിട്ട് ഇതേപോലെ ഈ ബോട്ടും മറ്റേ ബോട്ടിൻ്റെയും ആ ഒരു പാരപ്പറ്റ് തമ്മിൽ വരതിയിട്ടാണ് വരുന്നത്. അത്രയും കറക്റ്റിൽ തന്നെ ജാമാക്കിയിട്ടാണ് വന്നുകൊണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബോട്ടിനും കൂടി പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഒട്ടി നിർത്തിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ അത് പാർക്കിംഗ് കഴിഞ്ഞു നിർത്തിയിട്ടില്ല. ഇതിന്റെ സമയമാകുമ്പോൾ അത് പോകും. ഇതിന് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ്. ഇത് ഒരുപാട് നീളത്തിലാണ് ഈ ഭാഗമുള്ളത്. ഇതുണ്ടല്ലേ, ഇത് മെയിൻ റോഡിലേക്കുള്ള ഒരു കട്ടിംഗ് ആണ്, പാസേജാണ്. നമ്മൾ സീ പോർട്ടല്ലേ കണ്ടിട്ടുള്ളത്. ഇതാണ് ധാക്ക റിവർ പോർട്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു ഭാഗങ്ങൾ തന്നെ അങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ആ കാണുന്ന മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഓരോരോ പാലങ്ങളാണ്. ഇതാണ് മെയിൻ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കണക്ഷനാണ് ഇതിലേക്ക്. ഇവിടെ ബോട്ടിലാണ് ലോങ് യാത്ര ഒരുപാട് പോലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പാർക്ക് ചെയ്തിട്ട് ഏരിയ ഉണ്ട് ഇവിടെ. ഇത് ബോട്ടിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് ഈ റൗണ്ടിലുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ കച്ചവടക്കാരുണ്ടാവും. എന്താണെന്നറിയോ സംഭവം? അതെനിക്ക് പിന്നെയാണ് പിടുത്തം കിട്ടിയത്. അത് ഈ ബോട്ട് ഇപ്പോൾ പോകാനായ സമയമുണ്ട്. മറ്റേതൊക്കെ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് പോകാനുള്ള ബോട്ടുകളിൻ്റെ ആ പരിസരത്താണ് ഈ ഫ്രൂട്ട് കച്ചവടക്കാരുള്ളത്. കാരണം 10 മണിക്കൂറും ഒരു ദിവസമൊക്കെ യാത്ര ചെയ്യുന്ന ബോട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ, എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയിട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കടന്നു. ഇത് വലിയൊരു ഹാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിന് മുകളിൽ തട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ സൈഡിലൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലുണ്ട് നമ്മളുടെ മറ്റേ ഇഞ്ചിമിഠായി കച്ചവടക്കാരുണ്ടല്ലോ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത്, അതേപോലെ ഇവർ ഈ സൈഡിൽ കൂടി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സെൻട്രൽ ഇങ്ങനെ ഇരിക്കുന്ന സീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സാധാരണ ഇരിക്കുന്ന വേറെ ഒന്നുണ്ട്. ഇവിടെ ചെറിയൊരു കഫ്റ്റീരിയ മോഡൽ ആ മൂലക്കലുണ്ട്. ഈ സൈഡിലും ഈ ഫ്രൂട്ട് കച്ചവടക്കാർ ഈ സൈഡ് 2 സൈഡിലുണ്ട്, അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്. ഈ സൈഡിലൂടെ ഇങ്ങനെ ഇരിക്കാൻ ഇത് നല്ല സുഖമാണ്. എനിക്ക് ഇഷ്ടം ഈ സൈഡിലിങ്ങനെ ഇരിക്കലാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ കണ്ടക്ടർ. ടിക്കറ്റ് കൊടുക്കുന്നതും നമ്പറും സീറ്റ് നമ്പറൊക്കെ പറയുന്ന ആ കണ്ടക്ടറാണ് ഇദ്ദേഹം. ഇവിടുന്ന് തന്നെ ടിക്കറ്റ് എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഈ ധാക്കയുടെ കുറഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയുള്ള പോകുന്ന ബോട്ടാണ് ഇവിടെ നിർത്തിയത്. അതിൻ്റെ ഉള്ളിലെ ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ആ ബോട്ടിൽ ഇതാണ് ഈ റിവർ പോർട്ടിന്റെ ലാസ്റ്റ് ഭാഗം. എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു ബോട്ടിൻ്റെ സർവീസ്. അത് കുറേ മുമ്പൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എനിക്കിത് കാണുന്ന കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിലെയാണ് ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം.
അപ്പോൾ ഇതിലെ അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇടക്കിടക്ക് ഓരോന്നുണ്ട്, മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് പാസേജുകളുണ്ട്. അപ്പം ഇനി ഞാൻ ഇപ്പോൾ പുറത്തെത്തിക്കുന്നു. അപ്പം ഇനി ഇതിൻ്റെ വേറെ കാഴ്ചകളായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.